Good Good morning, morning. teacher. Good morning. Good morning, ma'am. Morning. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു മാം. Yes, ma'am. അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. പറയാം. ഗൗരീ നന്ദന ഗജാനന ഗണേശ വരദാ മാം പാഹി. ഗൗരീ നന്ദന ഗജാനന ഗണേശ വരദാ മാം പാഹി. ഗജാനന 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 ഓം ഗജവദന ഗൗരീ നന്ദന ഗജാനന ഗണേശ വരദാ മാം പാഹി. एकदन्ता गजानना हेरम्बा गजानना एकदन्ता गजानना हेरम्बा गजानना गजानना ॐ गजवदना गौरी नन्दन गजानना गणेश वरदा मां पाहि. Thank you, ma'am. Okay, very good. Ma'am, thought of the day. Accept your past without regret. Handle your present with confidence and face your future without fear. APJ Abdul Kalam. Good morning, teachers. Final. The thirsty crow. Once there was a crow. He was very thirsty. He looked for water everywhere. At last, he saw a water pot near a tree. He looked inside the pot. There was very little water in it. The crow saw some stones nearby. He thought of a plan. He picked up some stones and put them one by one into the pot. The water level in the pot came up. The crow drank the water and flew away happily. The moral of the story is hard work leads to success. Thank you. Okay. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഡിഫൻസ് മെക്കാനിസം അല്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള്? ആർക്കും ഓർമ്മയില്ല? Good morning, ma'am. ഗുഡ് മോർണിംഗ്. നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തിനെ അത് ചിലപ്പോൾ കുറച്ച് മോശപ്പെട്ട രൂപത്തിൽ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലങ്ങളിൽ നിന്നും വെളിയിൽ വരാനായിട്ട് തയ്യാറാവും. അങ്ങനെ തയ്യാറായി നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഒരു പക്വത ഉണ്ടായി ആ പ്രോബ്ലത്തിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചു വെളിയിൽ വന്ന് നമ്മളൊരു സമാധാനമായിട്ടുള്ള ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പൊ നമുക്കുള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഒരു പ്രതിരോധത്തിനെ കണ്ടെടുത്ത് ആ വേണ്ടുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്ത് നമ്മുടെ ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു. താങ്ക് യു മാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ഫസ്റ്റ് പാരഗ്രാഫിലെ എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്തിട്ട് ഒന്ന് നോട്ടായിട്ട് എഴുതിക്കൊണ്ടുവരണം, ഒരു സെമിനാർ പോലെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു തന്നത്. അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാവരും സെമിനാർ പ്രിപ്പയർ ചെയ്യാനായിട്ട്
ഒരുങ്ങി വരട്ടെ. നാളെ എന്റെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ ജോബ് സാർ ആയിരിക്കും ക്ലാസ്സിൽ കയറുന്നത്. ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ ഞാൻ കയറിയതാണ് കേട്ടോ, നാളെ കയറാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ? എന്താണ്, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ? നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, അതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്താണ്, അതിൽ എഴുതുക കേട്ടോ. അതിലാണ് കാര്യം ഇരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് നമുക്ക് വേണം ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ അതിനകത്ത്, ഇല്ലേ? ഓരോരുത്തരുടെ മാനസികാവസ്ഥയും മെന്റൽ കപ്പാസിറ്റിയും ഒക്കെ വ്യത്യസ്തമാണ് അല്ലെ. അപ്പോ അത് നിങ്ങൾക്ക് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ലാംഗ്വേജും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ടോപ്പിക് ഡിഫൻസ് മെക്കാനിസം മാത്രല്ലേ? ഇൻട്രൊഡക്ഷൻ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് പൊയ്ക്കോളാം. ഇൻട്രൊഡക്ഷൻ മാത്രം. അതായത് എക്സാം സമയത്ത് പല കുട്ടികൾക്കും ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ സെമിനാർ ടോപ്പിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും പഠിക്കാനായിട്ട് ഈ ഒരു ചാപ്റ്റർ, അല്ലെ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലേ? സെമിനാർ ആയിട്ട് എല്ലാവരും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പലവരുടെ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും, അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു 2 എക്സാമ്പിൾ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞപ്പോ? ഏതായിരുന്നു? ബ്രദേഴ്സ് തമ്മില് കളിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒരാള് വീണു, അനിയൻ വീണു, ചേട്ടനെ അമ്മ വഴക്ക് പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ, പിന്നെ സ്വർണ്ണ കൊലുസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഈ 2 എക്സാമ്പിൾ ആണ് പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമുക്ക് വേദനാജനകമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, അതായത് അല്പായുസായിരിക്കും അതിനുണ്ടാവുക. അതായത് നമ്മുടെ ലൈഫിൽ പറഞ്ഞതാണെന്നല്ല ഒന്നുകൂടി പറയാം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാല് അത് നമുക്ക് കുറച്ച് നാള് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. കുറെ നാള് നമ്മൾ അതുമായിട്ട് ഇങ്ങനെ അത് തന്നെ ആലോചിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവോ? ഇല്ല. നമ്മുടെ ആരെങ്കിലും ക്ലോസ് വൺ ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ അത് തന്നെ വിചാരിച്ചെന്ത് ചെയ്യില്ല, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവില്ല അല്ലെ? നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ജോലിക്ക് പോവേണ്ടവരാണെങ്കിൽ ജോലിക്ക് പോകണം, ഇനി കോളേജിലോ സ്കൂളിലോ പോകേണ്ടവരാണെങ്കിൽ അതിന് പോകണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യണം അല്ലെ? അപ്പൊ അത് ചെയ്യണം. അത് ചെയ്യാതെ അത് തന്നെ ഈ മരിച്ച ആളും അദ്ദേഹത്തിന്റെ ഓർമ്മകളും അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അത് എന്ത് ചെയ്യാറില്ല, നമ്മൾ മുന്നോട്ട് പോകാറില്ല. കുറച്ചു ദിവസം നമുക്ക് വിഷമം ഉണ്ടാകും, നമുക്കൊരു പെയിൻ ഉണ്ടാവും എപ്പോഴും, ആ വിഷമം നമ്മൾക്ക് ഉണ്ടാവും. പക്ഷെ നമ്മള് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, നമ്മള് അതുമായിട്ട് അഡാപ്റ്റഡ് ആവും അല്ലെ? അപ്പോ എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന് അല്പായുസാണ് ഉണ്ടാവുക. വളരെ കുറച്ചു നാള് മാത്രമേ നമുക്ക് ആ വിഷമം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മള് അതുമായിട്ട് പൊരുത്തപ്പെടും. ഓക്കെ, അപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, എക്സാമിൽ തോറ്റ കുട്ടി ഓക്കെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും ആ കുട്ടി ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുക? എക്സാമിൽ തോറ്റ കുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണോ മാം? എന്തോ? ഇപ്പൊ ഒരു ക്ലാസ്സില് 30 പേരുണ്ടെന്ന് വിചാരിക്കാം. 29 പേര് പാസ്സായി, ഒരു കുട്ടി മാത്രം ഫെയിലായി. അപ്പോ ആ ഒരു പേപ്പർ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മാത്രമാണ് മാർക്ക് കുറവ്, അല്ലെങ്കിൽ ആ കുട്ടി മാത്രമാണ് ഫെയിൽ ആയത്. അപ്പൊ ആ കുട്ടിക്ക് എന്തെന്നില്ലാത്ത പല ചിന്തകളും ആ സമയത്ത് വരും. അയ്യോ, എനിക്ക് മാത്രമാണല്ലോ മാർക്ക് കുറവ്, ജീവിച്ചിരിക്കണ്ടായിരുന്നു, മരിച്ചു പോവായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട്, അങ്ങനെയുള്ള പല തോട്ടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ വരും. മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടായല്ലോ എന്നൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്യും? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യും. അതെന്തായിരിക്കും? വിദ്യ എന്താ പറഞ്ഞത്?
വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയുമല്ലോ, കരഞ്ഞു കഴിഞ്ഞാൽ വിഷമം തീരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ആ ശരിയാണ്. കരച്ചില് ഒരു വിധത്തിൽ പറഞ്ഞാല് ഒരു മാർഗം തന്നെയാണ്. സങ്കടങ്ങളൊക്കെ മറക്കാനും അത് കരഞ്ഞു തീരുമ്പോൾ അത് തീരുകയും ചെയ്യും. ഇതല്ല, വേറൊരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്, ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രതിരോധ മാർഗമാണ്. എക്സാമിന് തോറ്റു, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു തന്ത്രം ആ കുട്ടി തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നുണ്ട്. എന്തായിരിക്കും അത്? നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കും, നന്നായിട്ട് പഠിച്ച് മുന്നേറാന്നുള്ള ഒരു തോന്നലും കൂടെ ഉണ്ടാവും. നന്നായിട്ട് പഠിച്ചു മുന്നേറാന്നുള്ളൊരു ഇനിയുള്ള എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണം. പക്ഷെ അവിടെ പ്രശ്നം തീരുന്നില്ലല്ലോ, ഈ എക്സാമിന് ഫെയിൽ ആയില്ലേ, അതിനെന്ത് ചെയ്യും? അതിനെന്താ ചെയ്യാൻ പറ്റുന്ന ഫെയിൽ ആയ എക്സാമിന്? ആലോചിച്ചു നോക്കൂ. ഒരു മാർഗവും ഇല്ല എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാല്. ഫെയിലായി പോയി, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. ആ ഫെയിൽ ആയതിനെ എങ്ങനെ തിരുത്തുമെന്ന് അറിയത്തില്ലോ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എക്സാം എഴുതാൻ പറ്റില്ലേ? അതൊരു മാർഗമല്ലേ? മാം റീവാല്യൂഷൻ ഉണ്ടാകും. എന്താണ്? ഒരു റീവാല്യൂഷൻ എക്സാം എന്നും പറഞ്ഞ് കണ്ടക്ട് ചെയ്യും. അതെ റീവാല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സേ എക്സാം എഴുതാം. ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, പാസ്സാകാൻ പറ്റും. അപ്പൊ ആ കുട്ടി ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണത്. എക്സാമിന് തോറ്റു, പക്ഷെ സേ എക്സാം എഴുതാലോ എന്നൊരു തന്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആ കുട്ടിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കാരണം ആ ഒരു കുറച്ച് സമയത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ മറ്റുള്ളവരെ ആ കുട്ടിയെ കളിയാക്കുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള നാണക്കേടുകളൊക്കെ ആ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ അതെന്തായാലും കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറെ നാളത്തേക്ക് ഒന്നിനും നിലനിൽപ്പില്ല, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും ഒരു സിനിമ ഇറങ്ങിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു പാട്ട് ഇറങ്ങിയെന്ന് വിചാരിക്കാം. കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും അതിന്റെ ട്രെൻഡിങ് ഉണ്ടാവുക, അതിനുശേഷം അത് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. ഒരു കുട്ടി തോറ്റു എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് മാത്രം ചിലപ്പോ മറ്റു കുട്ടികൾ കളിയാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യും. കുറച്ചു നാൾ കഴിഞ്ഞാൽ അവരത് മറന്നുപോകും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എന്തിനും നമ്മുടെ ജീവിതത്തിൽ അല്പായുസാണുള്ളത്. ഒരു സന്തോഷം വന്നാല് നമ്മുടെ ജീവിതത്തിൽ അല്പായുസാണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, അല്ലെ? ഇലക്ഷന്റെ ഡിക്ലറേഷൻ, അതായത് വിന്നർ ആരാണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം, ആ ഒരു ദിവസം വിന്നർ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കും ആഘോഷ പരിപാടികളും ആരവങ്ങളും കൊരവയും ഘോഷവും ഒക്കെ ഉണ്ടാവുക. അതിനുശേഷം ഇപ്പൊ ഉണ്ടോ? ഇലക്ഷന്റെ ചൂട് പോയില്ലേ? നമ്മൾ ഓർക്കുന്നുണ്ടോ ഇപ്പൊ അവരെ? ഉണ്ടോ? വിന്നറായവരെ നമ്മളിപ്പോ ഓർക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ലൈഫിലെ ഏത് കാര്യത്തിനും അല്പായുസാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ആ അല്പായുസ് എന്ന് പറയുന്നത് ഈ ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഒരു വിധത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഏതൊരു കാര്യവും കുറച്ച് മാത്രം നിലനിൽക്കുന്നത്. ഏറെ കാലത്തേക്ക് ഒന്നിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മുടെ മനസ്സ് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓരോ വ്യക്തിക്കും മനസ്സെന്ന് പറയുന്നത് ജീവനുള്ള ഒന്ന് തന്നെയാണ്, അല്ലെ? നമ്മുടെ മനസ്സിനോട് നമ്മൾ എന്താണ് പറയുന്നത് അതാണ് മനസ്സ് കേൾക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ നമ്മളിങ്ങനെ ആലോചിക്കും, അല്ലെ? നമ്മളിങ്ങനെ ഓരോന്ന് തിങ്ക് ചെയ്ത് കൂട്ടും. അപ്പോ മനസ്സ് അതിനുള്ള പ്രതിവിധിയും പറഞ്ഞു തരും. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആളുകൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ നേച്ചർ ആയിരിക്കില്ല നിങ്ങളുടെ സ്വഭാവം. ഇപ്പൊ എനിക്കുള്ള നേച്ചർ ആയിരിക്കില്ല ആൻസിക്ക് ഉണ്ടാവുക, ആൻസിക്കുള്ള നേച്ചർ ആയിരിക്കില്ല വിദ്യക്ക് ഉണ്ടാവുക, വിദ്യക്കുള്ള സ്വഭാവം ആയിരിക്കില്ല ജിൻസിന് ഉണ്ടാവുക. അപ്പൊ അത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഓരോരുത്തരും സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആളുകൾക്കനുസരിച്ച് ഡിഫൻസ് മെക്കാനിസത്തില് വ്യത്യാസം വരാം. അപ്പോ അവരുടെ ജീവിതത്തില് ചില പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ പ്രശ്നങ്ങൾ കുഴിച്ചു മൂടാനായിട്ട് നോക്കും. അതായത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് ചെന്നിട്ട് എന്ത് ചെയ്യും, അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തെങ്കിലും കാര്യം കുഴിച്ചു മൂടി കഴിഞ്ഞാല് പിന്നീട് അത് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചിലവരെന്ത് ചെയ്യും, അത് കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കും.
ഇനി മറ്റു ചിലവരാണെങ്കിൽ അതെന്റെ പ്രശ്നമേ അല്ല, എനിക്ക് ഒരു ഭയങ്കര എന്താ പറയാ ഒരു ലൈഫിൽ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തി ഇങ്ങനെ വിചാരിക്കുകയാണ്, അതൊന്നും എന്റെ പ്രശ്നമല്ല, അതെനിക്ക് ബാധകമേ അല്ല, ഞാൻ അതിനെയൊന്നും മൈൻഡേ ചെയ്തില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ഇല്ലേ? ഒരു കൂട്ടരെന്ന് പറഞ്ഞാല് പ്രശ്നങ്ങൾ കുഴിച്ചു മൂടാനായിട്ട് ശ്രമിക്കുന്നു, മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാല് പ്രശ്നങ്ങളെ പ്രശ്നമല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. ഇനി വേറെ ചില വ്യക്തികളാണെങ്കിൽ മറക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലാണ് എന്തുള്ളത്, ആളുകളുള്ളത്. അപ്പോ ആളുകളുടെ ഡിഫൻസ് മെക്കാനിസവും അതിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുട്ടികളിൽ എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നതെന്നും ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം ടീച്ചേഴ്സ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ ഹോംവർക്ക് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇതൊരു ചെറിയ ക്ലാസ് റൂമാണ്, അതായത് LP സ്കൂളാണ്. അപ്പോ അതിനകത്ത് ഉള്ള ചെറിയ കുട്ടികൾ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 30 കുട്ടികൾ. അപ്പൊ ടീച്ചർ തലേ ദിവസം ടീച്ചർ ക്ലാസ്സിൽ വരുവാണ്. ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അപ്പൊ തലേ ദിവസമാണ് ടീച്ചർ ഹോംവർക്ക് കൊടുത്തത്. അപ്പൊ പിറ്റേ ദിവസം കുട്ടികൾ ഇരിക്കുമ്പോൾ കുട്ടികളോട്, ചില കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾ കൈ പൊക്കുന്നുണ്ട്, ചില കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടാവാറില്ല, നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടാവാറില്ലേ? ഹോംവർക്ക് ചെയ്തോ എന്ന് ടീച്ചർ ചോദിക്കും അല്ലെ? ചെയ്തിട്ടുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യും, ചെയ്തിട്ടില്ലാത്തവര് ചെയ്യില്ല, ഹാൻഡ് റൈസ് ചെയ്യില്ല. അപ്പോ ടീച്ചർ ആദ്യം ചോദിച്ചത്, അതായത് ബോയ്സ് ഇരിക്കുന്ന, ആൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ടീച്ചർ ചോദിച്ചത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന 3 കുട്ടികളോട്, 3 കുട്ടികളുണ്ട്, 3 കുട്ടികളും കൈപൊക്കിയില്ല. അപ്പോ ടീച്ചർ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഇവരുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആദ്യത്തെ കുട്ടിയോട് ടീച്ചർ ചോദിക്കുവാണ്, എന്താ നീ ഹോംവർക്ക് ചെയ്യാത്തത്? ആദ്യത്തെ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ കുട്ടി പറഞ്ഞ മറുപടി എന്തായിരിക്കും, ഊഹിക്കാമോ? യെസ്, നമുക്ക് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആദ്യത്തെ കുട്ടിയോട് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് നീ ഹോംവർക്ക് ചെയ്യാത്തത് ചോദിച്ചു. അപ്പൊ ആദ്യത്തെ കുട്ടി പറഞ്ഞു, ഞാൻ മറന്നുപോയി ടീച്ചറെ എന്ന് പറഞ്ഞു. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ആണോ? അതൊരു ഡിഫൻസ് മെക്കാനിസം ആണോ? നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണെന്ത്, മറന്നുപോയി എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ കുട്ടി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, ടീച്ചറെ ഞാൻ ഹോംവർക്ക് ചെയ്യാനിരുന്നതാണ്, പക്ഷേ എന്റെ അമ്മ എന്റെ കൂടെ വന്നില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ഇരുന്നില്ല. എന്റെ അമ്മ എന്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ എപ്പോഴും ഹോംവർക്ക് ചെയ്യുക. ഇന്നലെ അമ്മ എന്റെ കൂടെ ഇരിക്കാത്തത് കൊണ്ട് എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ കുട്ടിയുടെ പേരിൽ തെറ്റില്ല, അമ്മ കൂടെ ഇരിക്കാത്തത് കൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാത്തതെന്നാണ് കുഞ്ഞ് പറഞ്ഞത് അല്ലെ? അതായത് മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഹോംവർക്ക് ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ മൂന്നാമത്തെ കുട്ടി പറയുവാണ്, ടീച്ചറെ ഞാൻ ബുക്കും പെൻസിലും ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്നതാണ് ഹോംവർക്ക് ചെയ്യാനായിട്ട്. ഞാൻ എഴുതി തുടങ്ങിയേ ഉള്ളൂ, അപ്പൊ തന്നെ പെൻസിലിന്റെ മോന ഒടിഞ്ഞു പോയി. ഓക്കെ, എന്റെ അടുത്ത് ഷാർപ്നർ ഉണ്ടായില്ല, കട്ടർ ഉണ്ടായിരുന്നില്ല, എന്റെ വീട്ടിൽ അത് ഉണ്ടായില്ല, ചേട്ടനോട് ചോദിച്ചു, ചേട്ടന്റെ ഉണ്ടായില്ല, ആരുടെ അടുത്തും ഉണ്ടായില്ല. പിന്നെ എന്ത് ചെയ്യും ടീച്ചറെ, രാത്രിയായി, കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, ഈ പെൻസിൽ ഇല്ലാതെ ഞാൻ എങ്ങനെയാ എഴുതാ, പേനയെ കൊണ്ട് എഴുതാൻ പറ്റില്ലല്ലോ എന്നാണ് ആ കുട്ടി പറഞ്ഞ മറുപടി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഈ 3 കാര്യങ്ങളൊന്നും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. 3 സ്ഥലത്തും ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നില്ലേ? 3 രീതിയില് ഉണ്ടോ? ഒരാള് മറന്നുപോയി എന്ന് പറയുന്നു, ഒരാള് അമ്മ കൂടെ ഇരുന്നില്ല എന്ന് പറയുന്നു, മറ്റൊരാള് പെൻസിൽ ഒടിഞ്ഞു പോയി എന്ന് പറയുന്നു. അപ്പൊ 3നും 3ന്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് അല്ലെ? അപ്പോ ഇവിടെ കുഞ്ഞുങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്,
ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഓഫീസില് നമുക്കറിയാം, ഓഫീസിലൊക്കെ എത്താൻ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി 9 മണിയൊക്കെ ടൈമാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ തന്നെ 10 മണിക്കാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, 10 മണിക്ക് ഓഫീസിൽ എത്തിയാൽ മതി. അപ്പോ ഒരു അരമണിക്കൂർ ജേണിയുള്ള ഒരു യാത്രയാണെങ്കിൽ, അതായത് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്താൻ അരമണിക്കൂർ വേണമെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങണം അദ്ദേഹം വീട്ടിൽ നിന്ന് ഓഫീസിലെത്താൻ? 9:30. 9:30, 9:30 ആകുമ്പോഴാണ് ഇറങ്ങേണ്ടത് അല്ലെ. അപ്പൊ 9:30 ആകുമ്പോൾ ഏകദേശം അദ്ദേഹം 10 മണി ആകുമ്പോഴത്തേനും ഓഫീസിലെത്തും. അപ്പോ ഒരു ദിവസം ഈ ഒരു വ്യക്തി, ഞാനിപ്പോ ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ എടുക്കാം, ഈ വ്യക്തി 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ മാത്രമല്ല, പോകുന്ന വഴി ബ്ലോക്കും ട്രാഫിക്കിലൊക്കെ അകപ്പെട്ടു. ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. ഇദ്ദേഹം ഓഫീസിൽ ചെന്നപ്പോ 10:15. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലും സുപ്പീരിയർ ഉണ്ടാവുമല്ലോ അവിടെ. അവര് ചോദിക്കുമല്ലോ, ഇവിടുന്ന സ്ഥലത്ത് ചോദിക്കും എന്താ വൈകിയെന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ബ്ലോക്കിൽ പെട്ടുപോയി, ട്രാഫിക് കൂടുതലായിട്ട് ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതല്ല കാരണം. ഇദ്ദേഹം 9:30 ഇറങ്ങിയിരുന്നെങ്കിൽ 10 മണിക്ക് എത്തിയേനെ. പക്ഷെ ഇദ്ദേഹം 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അവിടെ ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ ഇത്തരത്തില് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ റിയാലിറ്റിയെ റിജക്ട് ചെയ്യാണ് ഡിഫൻസ് മെക്കാനിസത്തില് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ആളുകളിൽ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും പറഞ്ഞത്? ഇനി ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു കാര്യം യൂസ് ചെയ്തില്ല എങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാകും, ആളുകൾ ഡിപ്രഷനിലേക്ക് പോകും, മെന്റൽ എന്താ പറയാ ഒരു ഇംബാലൻസ് ഉണ്ടാകും. അതായത് മനസ്സിന്റെ ആരോഗ്യത്തിന് കൂടുതലായിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും കൗൺസിലിങ്ങും തെറാപ്പിയും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വന്നേക്കാം. അപ്പോ നമ്മളിൽ ഏറിയ ആളുകളും മനുഷ്യരിൽ ഏറിയ ആളുകളും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് വഴിയാണ് അവര് ജീവിതത്തില് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ ഇനി നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെയാണെന്ന് പറയണം ഡെയിലി ലൈഫിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 മിനിറ്റ് സമയം തരാം. ഈ 5 മിനിറ്റില് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം. മാം മാം ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം പറയട്ടെ മാം. പറഞ്ഞോളൂ. അതായത് ഞാൻ ട്യൂഷന്റെ കുട്ടിയോട് ഇന്നലെ എക്സാമിന് പ്രിപ്പയർ ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് വരാന്ന്. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇനിയും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു. നാളെ എക്സാം എടുക്കാന്ന്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ബാക്കിയുള്ളവരും പറയണം, എല്ലാവരും പറയണം.
ഞാൻ പറയാം മിസ്സേ. ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറെ ഒരു ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം ചില സമയത്ത് മറന്നു പോകും. അപ്പം ആരെങ്കിലും ചോദിക്കുമ്പോ അതെന്തിനാ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ ആ കാര്യം ചെയ്തു, പിന്നെ കള്ളം പറയും. ഞാൻ ആ കാര്യം വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം ചെയ്തു എന്ന് പറയും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തില്ലായിരിക്കും. പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു സേഫ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളെ വളച്ച് നമ്മുടേതായ ഒരു രൂപത്തിൽ നമുക്ക് പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അടുത്ത് സ്ട്രീറ്റ് മെയിൻ റോഡ് വരുന്നുണ്ട്, അങ്ങോട്ട് ചെന്ന് നിൽക്കണം. അപ്പം കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും ലേറ്റ് ആയി പോയി. അപ്പോൾ ചെന്നപ്പോഴത്തേനും ഒരാളിങ്ങനെ മുഖമൊക്കെ കുറിപ്പിച്ച് നിൽക്കും, അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ അശ്രദ്ധമായിട്ട് ഇരുന്നത് കൊണ്ടാണ് ലേറ്റ് ആയി പോയത് കുറച്ച് കുളിക്കാനൊക്കെ. അപ്പൊ മോന്റെ അടുത്ത് കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും ലേറ്റ് ആയി പോയി. ഞാനത് ടൈം നോക്കാനായിട്ട് മറന്നു പോയതായിരുന്നു ആക്ച്വലി കാരണം. പക്ഷെ മോനോട് ഞാൻ കുളിച്ചിട്ട് വരാൻ ലേറ്റ് ആയി പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നമ്മുടെ എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ഒരു ന്യായീകരണം ഉണ്ടാകുമല്ലോ. അങ്ങനെ പല സിറ്റുവേഷനിൽ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ച് നമ്മൾ കൈകാര്യം ചെയ്യും. മാം, എന്റെ മോനുണ്ട് ഏത് സമയം ഇതുപോലെയാണ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഡിഫൻസ് മെക്കാനിസം ആണ് എന്ന്. അവൻ്റെ അടുത്ത് ഇതുപോലെ ട്യൂഷൻ ക്ലാസ്സിൽ നോട്ട് എഴുതിയിട്ട് വരുന്ന ചെക്ക് ചെയ്യാന്ന് പറയും. അവൻ പറയുന്ന ടീച്ചറുടെ അടുത്ത് എന്താ പറയാന്നറിയോ? ആ മിസ് എൻ്റെ നോട്ട് കളഞ്ഞു പോയി, എനിക്കിനി പുതിയ നോട്ട് ഉണ്ടാക്കിയിട്ട് വേണം എന്ന് പറയും. അതേപോലെ അവരുടെ സ്കൂളിലായിക്കോട്ടെ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആൻസർ പറയാ, എൻ്റെ നോട്ട് കളഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ പറയും. ഇല്ലെങ്കിൽ നോട്ട് എഴുതിയില്ല, അല്ലെങ്കിൽ സാറിന്റെ കയ്യിലായിരുന്നു നോട്ട്, എനിക്ക് തിരിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത് എന്നൊക്കെ പറയും. പിന്നെ മിസ് ഇതുപോലെ തന്നെ ഇന്നലെ ഒരു കുട്ടി 2 ദിവസമായി നോട്ട് കൊണ്ടുവരാതെ, ട്യൂഷൻ നോട്ട്. അപ്പൊ അവന്റെ നോട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് അമ്മ പുതിയ നോട്ട് കൊടുത്തു വിട്ടിനി. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല അവന് നോട്ട്. ഞാൻ 2 ദിവസമായി ചോദിക്കുന്നത്, നോട്ട് എന്ത് കൊണ്ടുവരാതെ, നോട്ട് എന്ത് കൊണ്ടുവരാതെ, അതങ്ങക്ക് അമ്മ വാങ്ങി തന്നിട്ടില്ല, പുതിയത് നോട്ട് വാങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു. പക്ഷെ അവനക്ക് എഴുതാനുള്ള മടിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ പിന്നെ അവന്റെ അമ്മ പറഞ്ഞു, ഞാൻ നോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, പക്ഷെ അവനത് കൊണ്ടുപോയിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാന് മീൻസ് അവിടെ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് എഴുതിച്ചു. അപ്പൊ അവൻ ആ മെത്തഡാണ് ഉപയോഗിച്ചിട്ട് പറഞ്ഞത് എന്നോട്. അല്ലെങ്കിൽ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്, പക്ഷെ ഇവനാണ് അത് വെച്ചിട്ട് വന്നത്, എഴുതാനുള്ള മടി കാരണം. അതിപ്പോ പറയുമ്പോ എനിക്ക് ഓർമ്മയായി. ഞാൻ ഞാൻ മാം ഞാൻ പറയട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിഫൻസ് മെക്കാനിസം കുഞ്ഞുങ്ങളോടായിരിക്കും. കാരണം നമ്മള് ഹസ്ബൻഡ് ഇപ്പം ക്രീം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും കുഞ്ഞുങ്ങൾക്ക്. സ്നാക്സിന് സ്കൂളിൽ കൊടുത്തു വിടാനായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് കൊടുത്തു വിടേണ്ടത് ആയിട്ട് വരും. കാരണം ഇവർക്ക് ഇത് കാണുമ്പോൾ അന്നേരം ഇത് കഴിക്കുകയും വേണം. അപ്പോഴ് ഏതെങ്കിലും വിധേന അത് അവിടുന്ന് മാറ്റണമല്ലോ. അങ്ങനെ അതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റി കള്ളം പറഞ്ഞ് അച്ഛൻ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് അത് അവിടുന്ന് മാറ്റും. മാറ്റിയിട്ട് പിന്നെ സ്നാക്സിന് പിറ്റേന്ന് എടുക്കുമ്പോഴേ അത് കാണത്തുള്ളൂ. അത് അമ്മ അത് മാറ്റി വെച്ചിരുന്നായിരുന്നിട്ട് പിന്നെ മനസ്സിലാവും. പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോൺ യൂസ് ചെയ്യുന്നതിനാ. ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അമ്മ ഫോണിൽ ഇതാമ്മ എന്ന് പറയും. ഞാൻ പറയാം അച്ഛൻ കൊണ്ടുപോയി മോനെ, എൻ്റെ കയ്യിലില്ല, ഫോൺ കേടായി പോയി എന്നൊക്കെ പറഞ്ഞ് സൈലന്റ് ആക്കി മാറ്റി വെക്കും. കാരണം എങ്ങനെയെങ്കിലും അവർക്കത് വേണം. അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നമ്മൾ യൂസ് ചെയ്യും. പേരൻസ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളോട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഫോണിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പം കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഫോണാണ്. അപ്പൊ നമ്മൾ അതിനെന്തായാലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തോളം കരുതി എല്ലാ തരത്തിലുള്ള ഏതെല്ലാം മാർഗം ഉണ്ടോ അതെല്ലാം ഉപയോഗിക്കും. ഇനി ആരാ പറയാനുള്ളത്? ഞാൻ പറയട്ടെ. ഞാൻ
എൻ്റെ മോള് ഭയങ്കര ടി ഫോണിലൊക്കെ ഭയങ്കര അഡിക്റ്റാ. അപ്പോൾ നെറ്റ് ഓഫ് ആക്കി വെച്ചിട്ട് വൈഫൈ നെറ്റ് ഓഫ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് പിന്നെ അത് കംപ്ലൈന്റ് ആയിപ്പോയി അങ്ങനെ പറഞ്ഞിട്ടാ പിന്നെ ഞാൻ വാങ്ങാറ് തിരിച്ച്. അപ്പോൾ അവള് ഫോണിനെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. പിന്നെയെന്ന് പറഞ്ഞാല് ഐസ്ക്രീം, ഐസ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന്റെ ഈ ചോക്കോബാർ വാങ്ങുമ്പോൾ അതിന്റെ കമ്പ് കിട്ടുമല്ലോ, കമ്പ് കവറ് അതുപോലെ തന്നെ പെട്ടിയിലേക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന അത് എടുത്ത് ശേഖരിച്ച് വെച്ചേക്കും. എന്നിട്ട് അവള് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ആ കവറിലാക്കി സെയിം കടയിൽ നിന്ന് വാങ്ങിയ പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. മിസ്സേ, പറഞ്ഞോളൂ. സാധാരണ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ വീട്ടില് അത് ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് മാറിയൊക്കെ വരുമ്പം അവിടെ വേറെ എന്തെങ്കിലും ജോലി കാണും. അപ്പൊ അത് ചെയ്യാൻ പോകുമ്പം മറ്റേത് അവിടെ പെൻഡിങ് കിടക്കും. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് ചോദിക്കുമ്പോ ഞാൻ പറയും അത് ചെയ്തോണ്ടിരുന്നപ്പോഴേ ഇത് കണ്ടേ, അപ്പം ഇതിന്റെ പുറകെ പോയപ്പോ അതും വിട്ടുപോയി, അങ്ങനെ പറയും. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളില് മൈൻഡ് ചെയ്യാതെ സൈലന്റ് ആയിട്ടിരിക്കും. ഈ രണ്ട്. ഓക്കെ. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ഉണ്ട് പറയാനായിട്ട്? പറയുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അപ്പോ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് സെമിനാറിന് പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പോ ആ ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ലാസ്റ്റ് കുറച്ച് ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, we shall see the important mechanism which work in our daily life. This consists of compensation, rationalization, projection, identification, substitution and sublimation, repression, negativism and sympathism, withdrawal and daydreaming or fantasy. ഓക്കെ, ഇത്രയുമാണ് എന്ത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇതിലും കൂടുതലുണ്ട് കേട്ടോ, ഇത് മാത്രമല്ല. പക്ഷെ നമ്മുടെ ടെക്സ്റ്റില് ഇത്രയും ഡിഫൻസ് മെക്കാനിസം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക, ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. അതിനുശേഷം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ.
വായിച്ചതിന് ശേഷം തമ്പ് ചെയ്യാം. Okay, compensation. When an individual makes an attempt to compensate for a deficiency by directing his energy to some other aspects of his personality in which no deficiency exists, he is using the mechanism of compensation. എന്തെങ്കിലും പിടികിട്ടിയോ കോമ്പൻസേഷനെ കുറിച്ച്? എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? അറിയാവുന്ന പോലെ പറയട്ടെ. അറിയാവുന്ന പോലെ പറഞ്ഞോളൂ. അതിനെന്താ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. അത് തെറ്റാണെങ്കിലും പ്രോബ്ലം ഇല്ല കേട്ടോ. ഇപ്പം ഒരു വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേറെ ചില നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ശരിയാണ്, ഏകദേശം ജിൻസ് പറഞ്ഞത് ഓക്കെയാണ്. അതായത് ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് എന്താ പറയാ, അല്ലെങ്കിൽ ഒരു മേഖലയിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി ഓക്കെ മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സാമിന് തോറ്റ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു, ഇല്ലേ? നമുക്കത് കോമ്പൻസേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ലേ? അതായത് അക്കാദമിക് തലത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരു കുട്ടി, ആ കുട്ടിക്ക് പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ കുട്ടി എക്സാമിനൊക്കെ ഫെയിൽ ആയെന്ന് വിചാരിക്കാം. പക്ഷെ ആ കുട്ടി തന്നെ അവിടെ നടക്കുന്ന സ്പോർട്സില് വിന്നർ ആവുകയും പിന്നീട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ ട്രോഫി നേടുകയും ചെയ്യുകയാണ് സർട്ടിഫിക്കറ്റോടുകൂടി. അപ്പോ ആ കുട്ടി എക്സാമിന് തോറ്റ കാര്യം വല്ലവരും ഓർക്കോ? അതൊരു കുറവായിട്ട് അവിടെ വരുമോ? ഒരിക്കലും ഇല്ല. ആ കുട്ടിയുടെ വിജയം, ആ കുട്ടിയുടെ സക്സസിനെയാണ് എല്ലാവരും പുകഴ്ത്തുക, അല്ലെ? അപ്പോ ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു മേഖലയിൽ നമ്മൾക്ക്
അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെ? ചിലപ്പോ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെ, നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആവാനും അച്ചീവ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പറ്റിയില്ലെന്ന് വിചാരിക്കാം. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് മറ്റൊരു ഏരിയയിൽ കൂടുതൽ തിളങ്ങാനായിട്ട് സാധിക്കും. അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. അമൃതയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട് എക്സ്പീരിയൻസ്. ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു മേഖലയില് ഫെയിലിയർ ആയിട്ട് മറ്റൊരു മേഖല കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ടോ? അതിനകത്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് അല്ല, ഇപ്പോഴത്തെ കാര്യം മതിയല്ലോ. മതി മതി, എപ്പോഴത്തെ കാര്യമായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആദ്യം ഒരു ആസ്യം എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സക്സസ്ഫുൾ ആയില്ല. പിന്നെ ഞാൻ ട്യൂഷനിലേക്ക് മാറി. ട്യൂഷൻ ടീച്ചർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ അത് സക്സസ് ആയിട്ട് ഇപ്പൊ 3 year ആയി ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതൊരു ഇതല്ലോ. അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ. വീട്ടിൽ തന്നെയാണോ ട്യൂഷൻ എടുക്കുന്നത്? അല്ല മാം, ഞാന് എന്റെ തന്നെ ട്യൂഷൻ സെന്റർ ഞാൻ ഒരാളെ വെച്ചിട്ടാണ് എടുക്കുന്നത്. 30 സ്റ്റുഡൻസ് ഉണ്ട്. CBSE സ്റ്റേറ്റ് സിലബസും എടുക്കുന്നത്. ഒരാളെ വെച്ചിട്ടാണ്? നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ചെയ്യുന്നത്? മിസ്, എനിക്ക് ഒരു റിട്ടയർഡ് ആയ ഒരു ടീച്ചർ ഇങ്ങനെ തുടങ്ങിയപ്പം എന്നോട് പറഞ്ഞു ക്ലാസ് എടുക്കാൻ പറ്റുമോ. ഞാൻ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ അതിലായിരുന്നു ഒരു RCM കമ്പനിന്റെ പ്രൊഡക്റ്റ് സെയിൽ ആക്കുന്ന ഇതിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ക്ലാസ് എടുക്കാൻ പറ്റുമോ, ട്യൂഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർ റിട്ടയർഡ് ആയി. അപ്പൊ ടീച്ചർ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സെന്റർ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എനിക്ക് ഈ ഫീൽഡ് ഇഷ്ടമാണ്, ടീച്ചിങ്. പക്ഷെ മുമ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പെട്ടെന്ന് മാരേജ് ആയതുകൊണ്ട് പിന്നെ കുട്ടികളെ നോക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വിട്ടു. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പം ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടിട്ട് ഞാൻ ഇതിലേക്ക് പോയി ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ 3 year ആയി അതെടുക്കുക. അപ്പൊ പിന്നെ മിസ് അപ്പൊ അത് 1 year സക്സസ്ഫുൾ ആയി പോയി. പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ടീച്ചർ പറഞ്ഞു നീ എന്നെ തുടങ്ങിക്കോ, നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്നെ വിട്ടു തന്നു. ഇപ്പൊ ഞാനിത് വാടക കൊടുക്കാനുണ്ട്. നമ്മളെ വീട്ടിന്റെ ഫ്രണ്ട് ഒരു ബിൽഡിങ്, അതിന് ചെറിയ വാടക 4000. അപ്പൊ അത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുമ്പോൾ. പിന്നെ അപ്പോ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ നല്ല ഫീസ് എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്റെ അണ്ടറിൽ ഒരു ആളെ വെച്ചു. അപ്പൊ അവര് ഒരു 50 സ്റ്റുഡൻസിനെ പിന്നെ ഞാൻ അതുപോലെ അങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ട്. നല്ലൊരു ഫീസ് എടുത്തിട്ട് കറക്റ്റ് 1.5 hour അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിക്ക് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ 3 years ആയി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഞാന് കാസർഗോഡ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമൃതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മിസ്, എവിടെ കാസർഗോഡ്? ഞാൻ കാസർഗോഡ് ചൗക്കി ഞാൻ പറഞ്ഞില്ലേ, CPCRI സെന്റർ. ഞാന് രണ്ട് കൊല്ലം കാസർഗോഡാണ് പഠിച്ചത്. 9th ഉം 10th ഉം പഠിച്ചത് കാസർഗോഡാണ്. ഏത് സ്കൂളിലാണ്? മംഗൽപാടി. എന്റെ വീട് മംഗൽപാടി തന്നെ. മംഗൽപാടിയാണല്ലേ? മംഗൽപാടിയിലാണ് 10th പാസ്സായത്. അതല്ല GHW, അതല്ല മിസ് പറഞ്ഞ റോഡ് സൈഡിലുള്ള സ്കൂൾ, അതാണോ? ഗവൺമെന്റ് സ്കൂൾ. മിസ്, അത് എന്റെ മദറിന്റെ വീടാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീട് ചൗക്കി. ഞാൻ ആടുന്ന് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിഞ്ഞിട്ട് വന്നത്. പക്ഷെ ഞാന് ആടുന്നല്ല പഠിച്ചത്. ഞാൻ കുംബ്ല ഗവൺമെന്റ് സ്കൂളിലെ അവിടെ +2 വരെ പഠിച്ചത്. ഞാൻ പഠിച്ചത് അവിടെ. എന്റെ വീട് മംഗൽപാടിയാണ്. മംഗൽപാടിയാണല്ലേ? ഞങ്ങൾ താമസിച്ചത് മുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അറിയാം, മുട്ട. ശരിയാ, അറിയാം. അവിടെ പഠിച്ചത്. പിന്നെ ഒരു വർഷം 9th കുനിൽ സ്കൂൾ ഉണ്ട്. കുനിൽ
കുഞ്ഞിൽ മുട്ട സ്കൂൾ, അതെ അതെ CBSE അറിയാം, അതെല്ലാം അതൊക്കെ. അപ്പൊ മിസ് എന്താ അങ്ങോട്ട് ഇപ്പൊ എവിടെയാ? ഇപ്പൊ ഞാനിവിടെ എറണാകുളത്താ. 9th 10th മാത്രം അവിടെ എങ്കിൽ പിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ഫോൺ ഞാൻ ചോറിന്റെ അടുത്തുന്നു ഇതിന്റെ കൂട്ടത്തിൽ ഇത് ചവച്ച് പിന്നെ 3-4 കൂടി. ആയിഷ മ്യൂട്ട് ചെയ്യാമോ? മിസ് നമ്രത പറയൂ. അതല്ല മിസ്, ഇവിടെയാണോ പ്ലേസ് നിങ്ങളെ? അല്ല കല്യാണം അവിടെയല്ല, എറണാകുളത്താണ് എന്റെ വീടും കാര്യങ്ങളൊക്കെ എറണാകുളത്താണ്. എന്റെ ആക്ച്വലി 2 കൊല്ലം അവിടെ ജോലി ഉണ്ടായിരുന്നു. ഓ അങ്ങനെ അങ്ങനെ. അങ്ങനെ വന്നതാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞപ്പോ പോന്നു, ഇങ്ങോട്ട് പോന്നു. +1 +2 ഒക്കെ നാട്ടിൽ തന്നെ ചെയ്തത്. ഓ അങ്ങനെ ഇങ്ങോട്ട് വന്നതല്ലേ? ശരിയാ. നമ്രതയുടെ ഭാഷ ലാംഗ്വേജ് കേൾക്കുമ്പോ ഞാൻ കുറച്ച് നാള് ഇത് കേട്ടിരുന്നതൊക്കെയാണ് കൂടുതലും. അതെ ഞാൻ അധികം സംസാരിക്കും. അതെ അതെ, ഞാൻ ശരിക്കും കന്നഡയാണ്. എനിക്ക് മലയാളം അറിയാം. ഞാൻ കന്നഡയാണ് പഠിച്ചത്, കന്നഡ മീഡിയം പഠിച്ചത് ശരിക്കും. പിന്നെ ഞാൻ ഡിഗ്രി പോകുമ്പോഴേക്കും ഞാൻ ഇവിടെ കാസർഗോഡ് ചെർക്കള അവിടെയാണ് ചെയ്തത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ അവരൊന്നിച്ച് മലയാളം പഠിച്ചു. പിന്നെ ഞാൻ മലയാളം എഴുതാനും ഇപ്പൊ വായിക്കാനും എല്ലാം നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഞാൻ ശരിക്കും കന്നഡ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ലാംഗ്വേജ് ശരിക്കും വീട്ടിൽ സംസാരിക്കുന്ന തുളു മലയാളം, പക്ഷെ വീട്ടിന്റെ അടുത്തെല്ലാം തുളു ആണ്. അപ്പൊ അത് ലാംഗ്വേജ് അറിയാം, തുളു അറിയാം, കന്നഡ അറിയാം, മലയാളം അറിയാം, ഇപ്പൊ എല്ലാം അറിയാം ഭാഷ. അതെ, അവിടെ ഉള്ളവർക്ക് എല്ലാ ലാംഗ്വേജും ഒരുവിധം അറിയാൻ പറ്റും. തുളു അറിയാൻ പറ്റും, കന്നഡ അറിയാൻ പറ്റും. അവരതാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതെ, ഞാൻ കന്നഡ പറഞ്ഞോളൂ. അതെ മിസ്, അങ്ങനെ. അപ്പൊ ഞാൻ കന്നഡ ആയതുകൊണ്ട് ചിലപ്പോ എന്റെ ഇപ്പൊ ഇതിലെല്ലാ ആൾക്കാരും സംസാരിക്കുന്നത് നല്ല മലയാളമല്ലോ, അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം കണ്ണൂർ ആ സൈഡ്. അപ്പൊ നമ്മുടെ ഈ കാസർഗോഡ് മലയാളം അല്ലല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചിലപ്പോ വോയിസ് ഇടാനൊക്കെ എന്തോ ഒരു മടി തോന്നാറുണ്ട്. എന്റെ ഭാഷ മനസ്സിലാവോ? മറ്റുള്ളവര് പറഞ്ഞ് വോയിസ് ഇടാൻ പഠിക്കേണ്ടതുണ്ടോ നമ്രത? നിങ്ങൾക്ക് ഇപ്പൊ ഓക്കെ ആയില്ലേ? നമ്രത പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. വേറൊരു കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, കീർത്തന എന്ന് പറയുന്നത്. അതും കാസർഗോഡ്. അയ്യോ, അത് പറയുന്ന ഒട്ടും മനസ്സിലാകത്തില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കും. ഞാൻ പറഞ്ഞു മോളെ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ, ഒട്ടും മനസ്സിലാകത്തില്ല. അതന്നെ എനിക്കും തോന്നാറുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാവോ അല്ല അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് കാസർഗോഡ് ഭാഷയല്ല നമ്മളത് സംസാരിക്കുന്നത്. നമ്മുടെ മലയാളം ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവര് സംസാരിക്കുന്നതുമായിട്ട് എന്തൊക്കെ വേർഡ്സ് ഒക്കെ പല രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലെ? ഒന്നും മനസ്സിലാവില്ല. മീൻസ് ഈ കാസർഗോഡ്, ഞാനിപ്പോ ഈ ഹസ്ബൻഡ് ഈ നാട്ടിൽ വന്ന ശേഷം ഇവർക്കൊക്കെ നല്ല മലയാളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇതിനേക്കാളും ബോറ് മലയാളം, അത് ഈ എന്തോ ഒരു മലയാളം, അത് ആർക്കും മനസ്സിലാവില്ല ശരിക്കും. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ആർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ മലയാളം നമ്മളെ ഏരിയയിൽ മൊത്തം സംസാരിക്കുന്ന മംഗൽപാടി അങ്ങോട്ട്, കുമ്പള അങ്ങോട്ട് ആ സൈഡ്, മഞ്ചേശ്വരം ഒക്കെ എത്തുമ്പോൾ അങ്ങനത്തെ മലയാളമാണ്. അപ്പൊ എന്റെ റിലേറ്റീവ്സ് എല്ലാം അവിടെ അങ്ങോട്ട് തന്നെ. എന്റെ ഹസ്ബൻഡിന്റെ വീട് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കുള്ള റിലേറ്റീവ്സും എല്ലാരും മാംഗ്ലൂർ അങ്ങോട്ട്, മഞ്ചേശ്വരം അങ്ങോട്ട്, കുമ്പള അങ്ങോട്ട് തന്നെ എല്ലാവരും വീടുള്ളത്. ഞാൻ മാത്രം മാരീഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഭാഷ മാത്രം ഇപ്പൊ അവർക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. അവര് വിചാരിക്കാറുണ്ട് നീ മാറിപ്പോയല്ലോ, നിന്റെ ഭാഷ മാറി, അവരെ ഭാഷ അല്ലല്ലോ നമ്മ സംസാരിക്കുന്നേ. അപ്പൊ അവർക്ക് തന്നെ ഇപ്പൊ കൺഫ്യൂഷൻ ആവാറുണ്ട് ചിലപ്പോ. അപ്പൊ ഞാൻ ഇവിടെ കുട്ടികളൊക്കെ മലയാളം നല്ല മലയാളം സംസാരിക്കാറുണ്ടല്ലോ, ട്യൂഷന്റെ കുട്ടികളായാലും അവരുടെ പാരന്റ്സ് ആയാലും നല്ല മലയാളം സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടച്ചിലേക്ക് നമ്മ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം വന്നിട്ടുണ്ടായിരുന്നു മുട്ടം അവിടെ ഒന്ന് കാണാനായിട്ട്. കുറച്ച് 2-3 വീടുകളൊക്കെ കയറി. മുമ്പ് പക്ഷെ ഇപ്പൊ ഇവിടെ മറ്റേ ഹൈവേ ഇതായത് കൊണ്ട് മൊത്തം മാറിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒന്നും നമുക്ക് തന്നെ ഒരു മനസ്സിലാവുന്നില്ല, ഇവിടെ സ്റ്റോപ്പ് എന്തെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും ഫുള്ള് മാറിയിട്ടുണ്ട്. കുറേ ചേഞ്ചസ് വന്നു. അതെ അതെ, ആവുന്നേ ഇല്ല അത് കണ്ടിട്ട്. ഏതാണ് സ്ഥലം കൂടി മനസ്സിലാവുന്നുണ്ടായില്ല. അതെ. എന്തായാലും ഞാൻ വരുമ്പോ നമ്രതയുടെ വീട്ടിലേക്ക് വരാം കേട്ടോ. ഇനി വരും. പറഞ്ഞാ മതി. ഞാന് ഇതിലൂടെയല്ലേ പോകുന്നത്, ചൗക്കി കഴിഞ്ഞിട്ടല്ലോ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമ്മള് കോമ്പൻസേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു മേഖലയിൽ ഫെയിലിയർ ആയിട്ട് പിന്നീട് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ മറ്റൊരു ഏരിയയില്? മാം PSC.
എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ട്രൈ ചെയ്യുന്നതല്ലേ. PSC ട്രൈ ചെയ്യും, കൊറേ ട്രൈ ചെയ്തു, അവസാനം നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം തോന്നി. ആണോ? വർഷം അങ്ങനെ വിചാരിക്കാമോ? പറ്റില്ലേ? എല്ലാവർക്കും പറ്റില്ലേ അത്? നമ്മൾ അത് എഫോർട്ട് നമുക്ക് മാം വർഷം ഓർമ്മ നിൽക്കുന്നില്ല, ബാക്കിയെല്ലാം പിന്നെയും നമുക്ക് പറ്റും, പക്ഷെ ഇയേഴ്സ് ഓർമ്മ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അതിനെന്തെങ്കിലും കോഡുകളൊക്കെ യൂസ് ചെയ്താൽ മതി. അവസാനം ഇത് ഞാൻ ഓർമ്മ പറഞ്ഞു നിൽക്കാനായിട്ട്. പറ്റത്തില്ല എന്ന് പറഞ്ഞു. എത്ര വയസ്സായി ജീനക്ക്? എനിക്ക് 31. 31 അല്ലേ ആയിട്ടുള്ളൂ. യെസ്, അത് ഇനിയും ട്രൈ ചെയ്തൂടെ? ട്രൈ ചെയ്യാം, പക്ഷെ പറ്റൂലെന്ന് മനസ്സിലങ്ങ് ഉറച്ച് എത്ര നടക്കുന്ന നാൾ വഴിയൊക്കെ. വർക്ക് ചെയ്തതിന് വേണ്ടിയിട്ട്? ഞാൻ കുറച്ചാളെ വർക്ക് ചെയ്തോളൂ, കാരണം ഞാൻ 8-9 വർഷം അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ 24 വയസ്സ് തൊട്ടേ 23 വയസ്സ് തൊട്ട് എങ്ങാണ്ട് 7.5 വർഷം വരെ ജോലി ചെയ്തു. പിന്നെ മോള് ആയതിനു ശേഷം പിന്നെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്ക് PSC ട്രൈ ചെയ്യാം, വേറെ ഒന്നും മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ കുറെ, പക്ഷെ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് പഠിക്കുമായിരുന്നു, രാവിലെയൊക്കെ എഴുന്നേറ്റ് പഠിച്ച്, പക്ഷെ കുറേ ലിസ്റ്റിലൊക്കെ കയറി തൊട്ടടുത്ത് 1 മാർക്കിന്റെ വ്യത്യാസത്തിനൊക്കെ പോയി. ഒറ്റ മാർക്കിന്റെ വ്യത്യാസത്തില്, പിന്നെ 1 മാർക്കിന്റെ വ്യത്യാസത്തില് ജോലി പോയ ഇത്, അങ്ങനെ കുറേ ലിസ്റ്റുകളെല്ലാം കയറി. ഇത് കണ്ടപ്പോ നമുക്കും ഒരു മനസ്സിന്റെ ആത്മവിശ്വാസം പോയി. അതാണ്, നമുക്ക് മനസ്സിന് ഒരു കോൺഫിഡൻസ് വേണം. അത് നമ്മള് അതുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വേണം. അതെ, ഹസ്ബൻഡ് ഞാനും ജനറൽ കാറ്റഗറി അല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല, പാടല്ലേ, ബാക്കിയുള്ളവരുടെ കണക്കല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഹസ്ബൻഡിനാണെങ്കിൽ നല്ല ഓർമ്മശക്തിയും നല്ലതായിട്ട് കണക്കും കാര്യങ്ങളും എല്ലാം ചെയ്യും. ഇപ്പൊ എല്ലായിടത്തെയും അമ്പലത്തിലെ ഖജാൻജി അങ്ങനെ എല്ലായിടവും ഏൽപ്പിക്കുന്ന ആളാ, എല്ലായിടത്തെയും കണക്കും കാര്യങ്ങളും എല്ലാം. അപ്പം അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ. അങ്ങനെയൊന്നുമില്ല, എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. വർക്ക് ചെയ്യണം മാത്രം. പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, അത് ചെയ്യാൻ പറ്റും, എനിക്കത് കിട്ടും എന്നുള്ളൊരു ഇത് നമുക്ക് വരണം. സമയമാകുമ്പോൾ നമുക്കത് കിട്ടിയിരിക്കും. ചിലപ്പോ നമ്മൾ കുറച്ച് നാളെ എഫേർട്ട് എടുത്ത് നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിരാശയാവും, കാരണം പ്രതീക്ഷിച്ച മാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിനുള്ള സമയം ദൈവം നമുക്ക് തന്നിട്ടില്ല, ഇനിയും ഉണ്ട്, സമയമുണ്ട്. ആ ഒരു വിചാരം എപ്പോഴും വേണം. അപ്പൊ നമ്മള് വർക്ക് ചെയ്യും. ഇപ്പൊ 31 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ് വരെ എഴുതാം. ഓക്കെ, അപ്പൊ ഇനിയും സമയമുണ്ട്, ഒന്ന് ട്രൈ ചെയ്യൂ ഇതിന്റെ ഇടയ്ക്ക് കേട്ടോ. ഞാൻ 2017 തുടങ്ങി PSC സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനും എക്സാം എഴുതാറുണ്ട്, നല്ല രീതിയിൽ എഴുതാറുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ എനിക്ക് മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു വിഷയങ്ങൾ നോക്കാം, പക്ഷെ ടൈം ഇല്ല നോക്കാനായിട്ട്. പിന്നെ ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ട് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്താ പറഞ്ഞോളൂ? ചെറിയ ജോലിയായാലും മതി, ഒരു ഗവൺമെന്റ് ജോലിയിലൊക്കെ ചെറിയ ജോലിയായാലും മതിയല്ലോ. അത് നമുക്ക് ഭയങ്കര, അതായത് നമ്മൾക്ക് ആ ഒരു ജോബ് കിട്ടിയാൽ മതി. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ലേബലിൽ നമ്മൾ അറിയപ്പെട്ടാൽ മതി. ഏത് ജോലിയാണെങ്കിലും നമ്മളുടെ ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. ഏത് സ്റ്റുഡൻസ് ആയാലും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാ കുട്ടികളും വരുന്നത്. പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, രാവും പകലും ഇതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. കുറെ സമയം നമ്മൾ വർക്ക് ചെയ്യണ്ട, നമ്മള് പഠിക്കുന്ന സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ്ഫുൾ ആക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, കുറെ സമയമൊന്നും പഠിച്ച് വാരി വലിച്ച് ഇപ്പൊ നമ്മള് അറിയാലോ, പുതിയ ട്രെൻഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പഠനം ഇപ്പം കൂടുതലും മറ്റേ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടും അല്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ലേ, അതായത് ആണോ അല്ലയോ എന്ന് പറഞ്ഞ ഒരു 5-6 എണ്ണം തന്നിട്ട് അങ്ങനെ അത് നമ്മളെ ഫുള്ള് കൺഫ്യൂഷൻ ആക്കും. പഠിച്ചതും പോവും, പഠിക്കാത്തതും പോവും. വർഷം തന്നെ 1947, 46, 47 അല്ലെങ്കിൽ പിന്നെ 74 തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കുറേ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കാറില്ലേ ജീന? ക്വസ്റ്റ്യൻ
അല്ല, ഞാൻ ഇപ്പം നോക്കുന്നില്ല. ഞാൻ അതിന്റെ ടെക്സ്റ്റ് എല്ലാം മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് എന്റെ റൂം മൊത്തവും ഞാൻ എല്ലാം ഏതൊക്കെയാ ഡേറ്റുകളും കാര്യങ്ങളും പണ്ടത്തെ ഹിസ്റ്ററി എല്ലാം എഴുതിയൊക്കെ വെച്ച് എല്ലാം ആരംഭിച്ചതാ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർത്തി, പിന്നെ ഒട്ടും തുടങ്ങിയില്ല. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കൂ കേട്ടോ. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കൂ, എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കാൻ നോക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ട്രെൻഡ് അറിയാതെ കുറെ അധികം ബുക്കുകൾ വായിച്ചിട്ടോ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. റീസെന്റ് ആയിട്ട് PSC ചോദിക്കുന്ന ട്രെൻഡ് നമ്മൾ അറിയണം എന്താണെന്ന്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. അത് ഉറപ്പാണ്. കുറച്ച് നാളൊന്ന് എഫേർട്ട് എടുത്ത് നോക്കും. മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കൊക്കെ ചെയ്തെന്ന് നോക്കൂ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ അത് ഇതായിട്ട് ഇതാവേണ്ട, കിട്ടും എന്തായാലും. പിന്നെ കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, സപ്പോർട്ടും വേണം കേട്ടോ. നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഭൂരിഭാഗം ഞാൻ ആരോടും പറയാതാണ് ചെയ്യുന്നത്, അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. മീൻസ് പിന്നെ കുറച്ച് നാള് കോച്ചിങ്ങിന് പോയി. പക്ഷെ കോച്ചിങ്ങിന് പോയാലും നമുക്കത് ബുദ്ധിമുട്ടാ പോയിട്ട് വരുമ്പോ. അത് മാത്രല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പം കുറെ പേര് നല്ല അറിവുള്ളവര്, കുറെ പേർക്ക് ഒന്നും അറിയത്തില്ല, കുറെ പേര് ഇടയ്ക്ക്. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് അവരെടുക്കുന്നത്. അപ്പം ഈ എല്ലാം കൂടെ കൺഫ്യൂഷനായി, എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം ഒന്നും അറിയാൻ വയ്യ, മൊത്തം കൺഫ്യൂഷന്. അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാ കോച്ചിങ്ങിന് പോകണ്ട, വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരിക്കലും തീരുന്നില്ല പഠിച്ചിട്ട്. അങ്ങനെ ഇതുപോലെ PSC ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ കോഴ്സിന് ചെയ്യുന്നേക്കാളും മുമ്പും ഓൺലൈൻ കോഴ്സ് വഴി PSC പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നൈറ്റിൽ ക്ലാസ് ഉണ്ട് 7:30 to 8:30. പിന്നെ മോക്ക് ടെസ്റ്റ് ഇതൊക്കെ ഉണ്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കമ്പനി ബോർഡ് എക്സാം വന്നിട്ടുണ്ട്, LGS. ഇപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ട് അതും കൂടി ഇതിനൊന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സാർ പറഞ്ഞു, ഇതിൽ ഫോക്കസ് ആക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഡേയ്സിൽ 2 hours പഠിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 hours കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. പിന്നെ അങ്ങനെ പഠിച്ചാലേ ഇത് കിട്ടത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. മീൻസ് ഞാനിപ്പോ ട്യൂഷനും ആയി, ഇതുമായി, വീട്ടിലത്തെ കാര്യമായി, കുട്ടികളതുമായി, പിന്നെ അതിൻ്റെ ഇടയ്ക്കും കൂടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് PSC. അപ്പം എനിക്ക് ഒന്നാകെ ടൈം കിട്ടുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 hours. അപ്പൊ സാർ പറഞ്ഞു 2 hours നീ പഠിച്ചാൽ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നല്ലോണം പഠിക്കേണ്ടി വരും തോന്നുന്നു എനിക്ക് PSCക്ക്. അങ്ങനെ ഇപ്പൊ അറിയാലോ, പുതിയ CRP ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ബെറ്റർ ആണ് അതൊന്നും കൂടി. അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അതല്ല മിസ്, ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ സ്റ്റുഡൻസും എന്റെ CBSE സ്റ്റുഡൻസ് ആണ്. ബാക്കി സ്റ്റേറ്റ് സിലബസിലല്ലോ മിസ് ഹിസ്റ്ററിയും മറ്റേ ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഉള്ളത്. പക്ഷെ അത് മറ്റു കുട്ടിയാണ് എടുക്കുന്നത്. എനിക്ക് CBSE എടുക്കാനാണ് നല്ല ഇൻട്രസ്റ്റും, പിന്നെ അവർക്കാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ കുട്ടികൾ എനിക്ക് 3 പേരേ ഉള്ളൂ. ബാക്കി മറ്റേ ടീച്ചറിനാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് പക്ഷെ കഴിഞ്ഞ വർഷം മൊത്തം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റി. കുറെ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ ES-ഉം പിന്നെ പഴയ ഇതെല്ലാം നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എക്സാം ഞാൻ 2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, LGS-ഉം LDC ഒക്കെ. പക്ഷെ ഇപ്പം കമ്പനി ബോർഡ് എക്സാം അത് നെക്സ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും തോന്നുന്നു. ഇപ്പൊ കൊടുത്തത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം ഇനി കൺഫർമേഷൻ വരാന് അത് എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല. എക്സാം സെപ്റ്റംബറിൽ വരും എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ അതിനുള്ള ടൈമില്ല പഠിക്കാനുള്ള ഇപ്പം. എന്തായാലും നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ചോദിച്ചോളൂ. സെമിനാറിന് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഈ ഇൻട്രൊഡക്ഷൻ മാത്രം മതിയോ, അതോ താഴത്തെ ഇൻട്രൊഡക്ഷൻ മാത്രം മതി? ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. കോമ്പൻസേഷൻ ഒന്നും വേണ്ട കേട്ടോ, ഇൻട്രൊഡക്ഷൻ മാത്രം മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും സെമിനാർ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്.